പഠനത്തിനും ജോലിക്കുമായി വിദേശത്തേക്കും അന്യ സംസ്ഥാനങ്ങളിലേക്കും ചേക്കേറാൻ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വൻ കുതിപ്പാണ് ഉണ്ടാകുന്നത്. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഹബ്ബാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എം ബിന്ദുവും അടിക്കടി പറയുന്നുണ്ട്. കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ വിദേശ സർവകലാശാലകളിലേക്ക് പോകുന്നതിനെക്കുറിച്ച് പഠിക്കാൻ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിനെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി ബിന്ദു അടുത്തിടെ നിയമസഭയിലും വ്യക്തമാക്കിയിരുന്നു. കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ വിദേശ സർവകലാശാലകളിലേക്ക് പഠിക്കാൻ പോകുന്ന സാഹചര്യം മനസ്സിലാക്കാനാണ് ഈ പഠനം. പുറത്തുനിന്നുള്ള വിദ്യാർത്ഥികളെ കേരളത്തിലേക്ക് ആകർഷിക്കാൻ നിരവധി നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും മന്ത്രി നിയമസഭയിൽ ഗീർവാണമടിച്ചിരുന്നു. കേരളത്തിൽ സാമൂഹ്യ വിദ്യാഭ്യാസ സാമ്പത്തിക രംഗങ്ങളിൽ പ്രകടമായ മാറ്റത്തിന് വഴിതെളിക്കുന്ന പ്രവണതയാണ് വിദ്യാർത്ഥികളുടെ കൂട്ടത്തോടെയുള്ള കുടിയേറ്റം. എന്തുകൊണ്ട് വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പോകുന്നുവെന്നത് സംബന്ധിച്ച് ഹയർ സെക്കൻഡറി കോളേജ് തലത്തിലുള്ള വിദ്യാർത്ഥികൾക്കിടയിൽ അടുത്തിടെ നടത്തിയ സർവേ പ്രകാരം ഉയർന്ന വേതനമുള്ള ജോലിയും സ്വാതന്ത്ര്യത്തോടുള്ള ജീവിതവുമാണ് കൂടുതൽ പേരെയും വിദേശത്തേക്ക് ആകർഷിക്കുന്നതായി കണ്ടെത്തിയത്. പഠനത്തോടൊപ്പം ജോലി ചെയ്യുവാനുള്ള അവസരം അത് ലഭിക്കുന്നതാണ് മറ്റൊരു കാര്യം. ഇവിടെ അങ്ങനെ ഒരു സംവിധാനമില്ല. കലാലയങ്ങളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അരങ്ങേറുന്ന അക്രമ സംഭവങ്ങളിൽ നല്ലൊരു വിഭാഗം വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും ആശങ്കാകുലരാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിദേശത്തുള്ള മലയാളികൾ പണം അയക്കുന്നത് സമ്പദ് വ്യവസ്ഥയുടെ ജീവനാഡിയാണ്. കുടിയേറ്റത്തിന് തടയിടാൻ ശ്രമിക്കുന്ന ചില ക്രൈസ്തവ സഭകൾ സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും സർക്കാർ ജോലികളോട് യുവതീ യുവാക്കൾക്കിടയിൽ താല്പര്യം വളർത്തിയെടുക്കാൻ ലക്ഷ്യമിട്ടുള്ള പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു. സർക്കാർ റിക്രൂട്ട്മെൻറ്റ് പരീക്ഷകളിൽ പങ്കെടുക്കാൻ യുവതീ യുവാക്കളെ സജ്ജരാക്കുന്ന പരിപാടികൾക്കാണ് സഭകൾ മുൻതൂക്കം നൽകുന്നത്. കലാലയങ്ങളിലെ അക്രമ രാഷ്ട്രീയത്തിന് അറുതി വന്നില്ലെങ്കിൽ കേരളത്തോട് ഗുഡ് ബൈ പറയുന്ന വിദ്യാർത്ഥികളെ പിടിച്ചു നിർത്താൻ സർക്കാരിൻ്റെ പദ്ധതികൾക്കൊന്നും കഴിയാത്ത സ്ഥിതി ഉണ്ടാകുമെന്നതിൽ തർക്കമില്ല. ഇപ്പോൾ ബ്രിട്ടനിലേക്കും കാനഡയിലേക്കുമുള്ള ഒഴുക്കൽപ്പം കുറഞ്ഞിട്ടുണ്ട്. പണ്ടത്തെ പോലുള്ള തിക്കും തിരക്കും അവിടേക്കുള്ള യാത്രയ്ക്ക് കാണുന്നില്ല. കാരണം ആ രാജ്യങ്ങളിലെ കുടിയേറ്റ നിയമങ്ങൾ സർക്കാർ കർശനമാക്കിയതുകൊണ്ടാണ് തിരക്ക് കുറഞ്ഞത്. ഇപ്പോൾ മറ്റ് രാജ്യങ്ങളിലേക്കാണ് അവസരങ്ങൾക്കായി കാത്തുനിൽക്കുന്നതും ശ്രമിക്കുന്നതും. അതിൽ കൂടുതലും ഓസ്ട്രേലിയയും ന്യൂസിലൻഡുമാണ്. UK, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് പോലും ഓസ്ട്രേലിയയിലേക്കും ന്യൂസിലൻഡിലേക്കും ചേക്കേറുന്നു. ആളുകൾ കൂടുതൽ തള്ളിക്കയറുമ്പോൾ അവിടങ്ങളിലും UK യുടെയും കാനഡയും സ്ഥിതിയാകും.